வணக்கம் மக்களே, நான் பாபு. நம்ம கேரளா ஸ்டைலில் நல்ல ஃபுட்டு தேடின ஸ்பாட் பார்த்தீங்கன்னா விஐடி தேர்ட் கேட் ஆப்போசிட்டில் இருக்க ஃபுட் ஸ்பாட் தான். இந்த ஃபுட் ஸ்பாட்டில் பார்த்தீங்கன்னா ஃபுல் அண்ட் ஃபுல்லாகவே கேரளா ஸ்டைலில் வந்து ஃபுட் எல்லாம் மேக் பண்ணுறாங்க. ரொம்ப அத்தன்டிக்காகவும் நல்லாவும் நீட் அண்ட் க்ளீனாகவும் செஞ்சுட்டு இருக்காங்க. ஒரு அருமையான ரெஸ்டாரண்ட் தான். இங்கே என்னென்ன இருக்குன்னு பார்க்கலாம். ஃபுட் எல்லாமே இவர் தான் முஜீப் சார். இவர் தான் நம்ம வந்து ஃபுல் அண்ட் ஃபுல்லாகவே எல்லாமே சொல்ல போகிறாரு. நம்ம வியூவர்ஸ்க்கு வந்து இந்த கேரளா ஃபுட்டு பற்றி நீங்கள் ஒரு ஃபுட்டாக நீங்கள் சொன்னால் நல்லாயிருக்கும். നമുക്ക് ഇവിടെ ഉള്ളത് ബിരിയാണി ഐറ്റം. ബിരിയാണിയിൽ മെയിനായിട്ട് 3 ഐറ്റമാണ് നമുക്കുള്ളത്. ഒന്ന് കിഴി ബിരിയാണിയാണ്. കിഴി ബിരിയാണിയിൽ എക്സ്ട്രാ മുട്ട വരുന്നുണ്ട്, 65 പീസ് വരുന്നുണ്ട്, എക്സ്ട്രാ മസാല വരുന്നുണ്ട്. ഇതാണ് നമ്മളെ കിഴി ബിരിയാണി. ഇത് നമ്മളെ മാത്രം സ്പെഷ്യലാണത്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അച്ചാർ വരുന്നുണ്ട്, ചമ്മന്തി വരുന്നുണ്ട്, റൈത്ത വരുന്നുണ്ട്. ഇത് കൂടാതെ കല്യാണ ബിരിയാണി ഉണ്ട്. അത് പ്യുവർ ദമ്മാണ്, കല്യാണ ബിരിയാണിയാണ്. പിന്നെ നമ്മൾ സാധാ തലശ്ശേരി ദം ബിരിയാണി ഉണ്ട്. 3 ഐറ്റം ബിരിയാണി നമുക്ക് നമ്മുടെ സ്പെഷ്യലാണ്. പിന്നെ അത് കൂടാതെ അടുത്തുള്ളത് നമുക്ക് ഊണാണ്. ഊണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 ഐറ്റം പായസം ഉൾപ്പെടെ 9 ഐറ്റം കറിയും പപ്പടം ഉൾപ്പെടെ ഊണ്. അതിൽ നോൺ വെജ് വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വേലൂരിലെ നമ്മളെ മാത്രം പ്രത്യേകതയാണ് ഈ ഊണ്. 9 ഐറ്റം തലശ്ശേരി നമ്മളെ ചെമ്പ റൈസാണ്. പിന്നെ അതല്ലാതെ ഈ റൈസ് വേണ്ടാത്തവർക്ക് വേറെ റൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരും നമ്മളെ മാത്രം ഒരു സ്പെഷ്യലാണ് ഇടിയിറച്ചി. ഇടിയിറച്ചി ഇവിടെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ഇടിയിറച്ചി നമ്മളെ സ്പെഷ്യലാണ്. ഇടിയിറച്ചി ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് പാൽക്കപ്പയാണ്. പാൽക്കപ്പ വരുന്നുണ്ട്. ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ സൂപ്പർ സ്പൈസി ആയിട്ട് വരുന്നതാണ്. സ്പൈസി വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി കുറച്ച് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കപ്പ നമുക്ക് സാധാ നോർമലി കപ്പ വരുന്നുണ്ട്. നോർമൽ കപ്പ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫിഷ് കറി വരുന്നുണ്ട്, ചിക്കൻ കറിയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ പാലപ്പം, അപ്പമാണ് നമ്മളെ കേരള സ്റ്റൈല് അപ്പം, വെള്ളപ്പം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ മുട്ട എഗ് റോസ്റ്റ് വരുന്നുണ്ട്. കുറേ ഐറ്റം, അതിൽ ഏത് ഐറ്റം കറിയാണോ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് കേരള സ്റ്റൈൽ ചിക്കൻ കറി വരുന്നുണ്ട്. പിന്നെ നാന് ബട്ടർ നാന്, റൊട്ടി, പ്ലെയിൻ റൊട്ടി, ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ സ്നാക്സിൽ കുറേ ഐറ്റം സ്നാക്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മളെ പഴംപൊരിയാണ്. പഴംപൊരി നമുക്ക് വരുന്നുണ്ട്. പഴംപൊരി എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ദിവസവും പഴംപൊരി നമുക്ക് കിട്ടും. ആകെ നിങ്ങൾ എല്ലാവരും വരണം, വന്ന് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ടേസ്റ്റ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് മാറ്റിത്തരാം. നമുക്ക് ടേസ്റ്റ് നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ ടേസ്റ്റ് എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്യണം. നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മൾ ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ്. നിങ്ങൾ വരിക, നമ്മളോട് സഹകരിക്കുക, വന്ന് ടേസ്റ്റ് നോക്കുക. சூப்பர் முஜீப் சார், நம்மள சூப்பரா எல்லாமே எக்ஸ்பிளைன் பண்ணீங்க. எல்லாம் ஃபுல்லா நல்லா இருந்துச்சு. இது கரெக்டா ஸ்பாட் பாத்தீங்கன்னா பிஏடி தேர்ட் கேட் ஆப்போசிட்ல வந்து இங்க ஃபுட் ஸ்பாட் இருக்கு. உங்களுக்கு யார் கேரளா ஸ்டைல் ஃபுட்டு தேவைப்படுதோ அவங்க வந்து இங்க விசிட் பண்ணி என்ஜாய் பண்ணுங்க. ஒரு நல்ல வீடியோல மீட் பண்ணலாம். தேங்க்யூ முஜீப் சார். தேங்க்யூ.